നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയിലിൽ വെച്ച് സഹതടവുകാരുടെ മർദ്ദനമേറ്റ് അമ്മ ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുക. അയ്യോ, ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ ശരിക്കും മർദ്ദനമേറ്റിട്ടുണ്ടാവണമല്ലോ. അതെ ചേച്ചി, അമ്മ ഇവിടെ പുതിയ ആളല്ലേ. സെല്ലിനകത്തുള്ള ബാക്കി ക്രിമിനൽസ് ഒക്കെ കൈവച്ച് കാണും. വേറൊരുത്തെ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ സോനെ, ജയിലിലകപ്പെട്ട് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. പലതും സഹിക്കേണ്ടി വരും. എല്ലാരും അമ്മയെ കുറ്റപ്പെടുത്തു തന്നെ. അമ്മയുടെ കയ്യിലിരിപ്പുണ്ടാ ജയിലിൽ പ്രശ്നം ഉണ്ടായതെന്ന മട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ സോനെ, കുറ്റപ്പെടുത്തിയാലും സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ആരെങ്കിലും അമ്മയെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയോ? ഇല്ല ചേച്ചി, എല്ലാവരും അമ്മയെ പൂർണ്ണമായി കൈവിട്ട പോലെ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചു തരുമെന്ന് ചോദിക്കാൻ. എനിക്കെൻ്റെ അമ്മ ജയിലിൽ കിടക്കുന്നത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്നാൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആ സങ്കടം കാണിക്കാനും പറ്റില്ല. അമ്മ കുറ്റം ചെയ്തിട്ടല്ലേ ജയിലിൽ പോയത്. അതുകൊണ്ട് എല്ലാവരും അമ്മയ്ക്ക് എതിരാ. ഞാൻ മാത്രം അമ്മയ്ക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തേയുള്ളൂ. നീ വിഷമിക്കണ്ട സോനെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അമ്മ എന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് ആൻറ്റിയെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നീ ധൈര്യമായിട്ടിരിക്കും. സുശീലാൻറ്റിക്ക് വേണ്ടി ജാമ്യഹർജി നൽകാൻ ഇന്ന് തന്നെ ഞാനൊരു വക്കീലിനെ ഏൽപ്പിക്കാം. പക്ഷേ അതോടൊപ്പം അമ്മയെ ജാമ്യത്തിലെടുക്കാനുള്ള മനസ്സ് കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാവണം. അതിന് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് അവരോട് സംസാരിക്കണം. അതെ ചേച്ചി, ആരെങ്കിലും പുറത്തുനിന്ന് ഇടപെട്ടാലേ ഇന്ദ്രേട്ടനും സത്യേട്ടനും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? നമുക്ക് ആരെങ്കിലും കണ്ടെത്താൻ സോനെ. അന്വേഷിച്ചാൽ കണ്ടെത്താനാവാത്തതായും ശ്രമിച്ചാൽ നേടാനാവാത്തതായും ഒന്നുമില്ല. സുശീലാന്റെ ജാമ്യത്തിലിറക്കുന്ന കാര്യം ഇനി ഹർഷയേറ്റു. നിനക്കെങ്കിലും എൻ്റെ അടുത്ത് വന്ന് അമ്മയെ രക്ഷിക്കണമെന്ന് പറയാൻ തോന്നിയല്ലോ. ഇനി നീ ധൈര്യമായിട്ട് പോയിക്കോ സോനെ. നിന്റെ അമ്മ താമസിയാതെ നിന്റെ അടുത്ത് തിരിച്ചു വന്നിരിക്കും.